ഹലോ ഗൈസ്, നമ്മളിങ്ങനെ എങ്ങോട്ടാ പോണ്? ഈ മൂക്കിൽ സാധനം ഇട്ടിട്ടാണോ വരുന്നേ? തമിഴ് എത്തിപ്പെണ്ണുകളുടെ പോലെ. നമ്മളെങ്ങോട്ടാ പോണേന്ന് പറ. നമ്മള് പോണത് ചിക്പേട്ട് സൺഡേ മാർക്കറ്റ്. എങ്ങനെയാ പോണത്? മെട്രോ. അതെ ഗൈസ്, നമ്മളപ്പോൾ മെട്രോയിലാണ് ചിക്പേട്ടിലേക്ക് പോകുന്നത്. അപ്പം സൺഡേ ആണ് ഇന്ന്, അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരിക്കും. നമ്മൾ പരമാവധി നേരത്തെ പോവാണ് ഏറ്റവും നല്ലത്. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള പൂർവ വെസ്റ്റ് എൻഡിലാണ് കുഞ്ഞൻ ജോബിന് വരുന്നത്. അവിടെ കുഞ്ഞിന് നിറയെ ക്ലയൻസ് ഉണ്ട്. ആളൊരു ഫ്രീലാൻസ് ഫിറ്റ്നസ് ട്രെയിനറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതിനു മുന്നേ ചിക്പേട്ടിൽ പോയിട്ടുണ്ടോ, പോയ എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോ ഒക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് മെട്രോ വന്നു. എന്നത്തെയും പോലെ തന്നെ സൂചി കുത്താൻ പോലും അവിടെ പഴുതുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. നമുക്ക് 2 മെട്രോ മാറി കയറണം. റോഡ് ഇറങ്ങി നേരെ ചിക്പേട്ട്. അങ്ങനെ നമ്മളിതേ ചിക്പേട്ടിലെത്തിയിട്ടോ. നമ്മുടെ മെട്രോയിൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ ചിക്പേട്ടിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഒരു റഷ് ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് തന്നെ അതേ നമ്മൾ കണ്ടത് കുറച്ച് ഇരുമ്പ് തുരുമ്പ് വസ്തുക്കളാണ്. കുറേ സ്പാനേഴ്സും ചങ്ങലകളും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. കുറേ പാത്രങ്ങൾ, ഇതൊക്കെ കുറേയൊക്കെ ഉപയോഗിച്ച പാത്രങ്ങളും ഉണ്ട്. കുറേ കടകളിലൊക്കെ പുതിയതായിട്ടുള്ള യൂസ് ചെയ്യാത്ത പാത്രങ്ങളും ഇതുപോലത്തെ സ്റ്റവുകളും ഒക്കെ ഉണ്ടായിരുന്നു. കുക്കറുകൾ ഒക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അതുപോലെ കത്തികൾ, അങ്ങനത്തെ ഒരു സെക്ഷനാണ് നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടത്. പിന്നെ ഇത് ഇഷ്ടംപോലെ ജാക്കറ്റുകളുണ്ട്. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ജാക്കറ്റുകളാണ്. കുഞ്ഞൻ ഓരോ ജാക്കറ്റും നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ സൈഡൊക്കെ ആണെച്ചെങ്കിൽ നല്ല റഷാണ്. ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ വാതിലിൻ്റെ കുറ്റിയിടുന്ന സാധനം, അതുപോലെ അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെയാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ജിമ്മിൻ്റെ ഡംബൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ ഓട്ടുപാത്രങ്ങൾ, കുറേ ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് 50 rupees. ഇതിനിടെ കൂടെ ഒരു ഗംഭീര മഴയും കൂടെ പെയ്തു. ഞങ്ങളിത് കുറച്ച് നേരം കയറി നിന്നു. ഹലോ ഗൈസ്, അപ്പം നമ്മളിതേ സമയം ഏകദേശം 2:30 ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ 11 മണിക്ക് എത്തിയതാണ്. കുറേയധികം സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഇത് കൂടെ നടക്കാനുള്ളത് കുറച്ച് ടാസ്ക്കാണ്. കാരണം മഴ പെയ്ത കാരണം ആകെ ചളിയും പിളിയൊക്കെ ആയിരുന്നു. അപ്പം അതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഇതൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. കുഞ്ഞിനൊരു അൽഫാം മന്തിയും ഞാനൊരു കൊത്തു പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിൻ്റെ മന്തിയാണ് ഫസ്റ്റ് വന്നത്. ചിക്കൻ ഒന്ന് പറ്റി. ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്ര അടിപൊളി ഫുഡൊന്നും അല്ലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ടും അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡായിരുന്നു. കണ്ടു ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആകെ മഴ പെയ്ത് കോളായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു വീട്ടിൽ പോവാ. 3:16 ഇതിലുണ്ട് 2-3 ജാക്കറ്റ്. അപ്പം നമ്മൾ തിരിച്ചു പോവാ ഗൈസ്. ഇനിയിപ്പം നമുക്ക് വീട്ടിൽ പോവാ. മെട്രോയില് 2 മെട്രോ മാറി കയറാ. 2 മെട്രോ മാറി കയറി വീട്ടിലെത്തിയിട്ട് കാണാം. ഗായ്സ്, ഇവിടെ ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, കൂട്ടം കൂട്ടമായിട്ട് പറക്കുവാണ്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് സിനിമകളിൽ മാത്രമാണ് കേട്ടോ. ഒരു മണിക്കൂർ കൂടി എത്താൻ.
4:30 ഒക്കെ ആകുമ്പോൾ എത്തും വീട്ടിൽ. ഇങ്ങനെയുണ്ട് ചിക്പേട്ട് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ്. എന്താ പറയാനുള്ളത് ഇവരോട്, ചിക്പേട്ടിൽ വരുന്നവരോട്? എന്ത് പറയാൻ, നല്ല ബാർഗെയിനിൽ കഴിവുള്ളവരൊക്കെ വന്നിട്ട് വാങ്ങാം. എനിക്ക് ആ കഴിവ് തീരെ ഇല്ല. കുഞ്ഞനാണ് എല്ലാം വാങ്ങിയത്. എനിക്ക് ഷോപ്പിംഗ് തീരെ ഇഷ്ടമല്ല. പക്ഷെ അഫോർഡബിൾ ആയിട്ട് കുറേ പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങൾ വരാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചിക്പേട്ടിലൊക്കെ പോയി വന്നു. ശരിക്കും ഇപ്പോൾ ചിക്പേട്ടിൽ പോയിട്ട് 1 വീക്ക് ആവാറായി. നമ്മൾ കഴിഞ്ഞ സൺഡേ ആണ് പോയത്. അപ്പം ഇപ്പോൾ ഫ്രൈഡേ ആയി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ചിക്പേട്ടിൽ പോയിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങളെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതല്ല. പക്ഷെ അവിടെ എത്തിയപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് കണ്ടപ്പോൾ നമ്മൾ എടുത്തുന്നേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് ഈ ഒരു വളയാണ്. ഇതിനെ വള എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല, കാരണം ഇത് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ആവുന്നത്. അപ്പം ശരിക്കും ഇത് ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. ഇത് കുറച്ച് നാളായിട്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ഇപ്പോഴാണ് വാങ്ങണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ വളയൊന്നും ഇടാത്തൊരു ആളാണ്. എനിക്ക് വളയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല, കാരണം എൻ്റെ കൈ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം വള ഇടുമ്പോൾ എനിക്ക് ഭംഗി തോന്നാറില്ല. പക്ഷെ ഇതിട്ടപ്പം എനിക്ക് സ്യൂട്ട് ആവണ പോലെ തോന്നി, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിന് ഒരു 100 രൂപ അങ്ങോട്ടാണ് വന്നത്. പക്ഷേ ഇതിന് ഓൺലൈനിൽ പ്രൈസ് നോക്കിയപ്പം 200 അതിൻ്റെ എബോവ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത് വേർത്തായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഇതെടുത്ത സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഈ ഒരു വള എടുത്തു. ഇതൊരു സിൽവറിനും ഇതൊരു ഗോൾഡൻ്റെ ഒരു ബാങ്കിളാണ്. ഇതും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ടിടുന്നതാണ്. ഇതെടുത്തിരിക്കുന്നത് നമ്മൾ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ എടുത്തതാണ്. അങ്ങനെ അപ്പം ഈ 2 ബാംഗിൾസും നമ്മളെടുത്തു. പിന്നെ ഭയങ്കര അഫോർഡബിളായിട്ട് വാങ്ങിയതാണ് കമ്മൽ. ഞാൻ കൂടുതലും ഡെയിലി നമ്മൾ യൂസ് ചെയ്യണത് എപ്പോഴും സ്റ്റഡ് കമ്മലുകളായിരിക്കുമല്ലോ. എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ ലോങ് ആയിട്ടുള്ള കമ്മലുകൾ ഇടാറുള്ളൂ. ഞാൻ പിന്നെ മെയിനായിട്ടും അങ്ങനെ ഓർണമെൻറ്റ്സ് നോക്കുവാണെങ്കിൽ കമ്മൽ മാത്രമാണ് കൂടുതലും ഇടാറ്. മാലയും വളയൊന്നും അധികം ഇടാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. ഹിന്ദി ചേട്ടന്മാരൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ചേട്ടനെ ഞാൻ കണ്ടു നടക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ചേട്ടൻ്റെ ഏത് കമ്മലെടുത്താലും 10 രൂപയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നിയിട്ട് ഞാൻ എടുത്ത ഒരു 5 സെറ്റ് കമ്മലാണ് ഞാൻ എടുത്തത്. അങ്ങനെ ടോട്ടൽ 50 രൂപയ്ക്ക് എനിക്ക് കുറേ അധികം കമ്മലുകൾ കിട്ടി. ഇനി എനിക്കൊരു 2 വർഷത്തേക്ക് കമ്മലുകളേ വേണ്ട. സോ അതിൽ ഫസ്റ്റ് വൺ ഇതാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പേളിൻ്റെ കമ്മലാണ്. ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടല്ലാതെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്മലാണ്. അതുപോലെ തന്നെ ഈ ഒരു വലിയ കമ്മൽ, ഇതാണ് ഞാൻ വലുതായിട്ട് എടുത്തത്. ഇതൊരു ഹൂപ്പ് പോലത്തെ ഒരു കമ്മലാണ്. ഇതേപോലത്തെ ഒരു ബ്ലാക്ക് എനിക്കുണ്ട്. അതെനിക്ക് സ്യൂട്ട് ആവണ പോലെ എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ഈ ഒരു വൈറ്റ് എടുത്തു. 10 രൂപയല്ലേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഈ ഒരു പിങ്ക് കമ്മലാണ്. ഇത് നോർമൽ ഒരു സ്റ്റെഡാണ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മഴ പെയ്യുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമായിരിക്കും കേട്ടോ. ഇതാണ് അടുത്ത ഒരു സെറ്റ്. ഈ ഒരു ഫുൾ സെറ്റിന് 10 രൂപയെ വന്നിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഏതെങ്കിലും ഒരു കമ്മലിന് നമുക്ക് 10, 20, 30, 40 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ എനിക്ക് ഈ ഫുൾ സെറ്റ് 10 രൂപയ്ക്ക് കിട്ടി. ഇതാവുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെഡായിട്ടും യൂസ് ചെയ്യാം, കമ്മലായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കല്ല് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാമല്ലോ. പിന്നെയാണ് ഞാൻ ഈ ഒരു ഫുൾ ബ്ലാക്ക് സെറ്റ് എടുത്തത്. ഇതും 10 രൂപ. അപ്പോൾ ഞാൻ കൂടുതലും ബ്ലാക്ക് എടുക്കാൻ കാരണം എല്ലാത്തിൻ്റെയും ഒപ്പം പോവുമല്ലോ. അപ്പോൾ ഓരോ ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇടുകയും ചെയ്യാം. അങ്ങനെ അപ്പം ഇങ്ങനെ ഒരു 5 സെറ്റ് ഓഫ് കമ്മലുകളാണ് ഞാൻ വാങ്ങിയത്. നമ്മൾ പോയ സമയത്ത് നമ്മൾ കൂടുതലും മെൻസിനുള്ള ഒരു സംഭവങ്ങളാണ് കണ്ടത്. ജാക്കറ്റ്, ഷൂസ്, ചെരുപ്പുകൾ, പിന്നെ അങ്ങനത്തെ ഇലക്ട്രോണിക് കാര്യങ്ങൾ, പാത്രങ്ങൾ, അതൊക്കെയാണ് കൂടുതലും കണ്ടത്. ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഈ ഓർണമെൻറ്റ്സ് ആയാലും ഡ്രസ്സുകളായാലും ഒക്കെ വളരെ 1-2 കടകൾ മാത്രമേ കണ്ടുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ ഈ കമ്മലും ഈ ഒരു വളയൊക്കെ എടുത്തത്. സോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് അറിഞ്ഞത് അവിടെ വേറൊരു ഭാഗം തന്നെ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയ ഈ ഭാഗത്ത് തന്നെ ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ഞങ്ങൾ ആകെ ക്ഷീണിച്ചു, ടയേർഡായിപ്പോയി. കുറേ വലിയൊരു സ്ഥലമാണ് ചിക്പേട്ട് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ വേറൊരു ഭാഗത്തായിട്ട് ഗേൾസിൻ്റെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് പോകുമ്പം കുറച്ചും കൂടെ ഗേൾസിന് വേണ്ടിയിട്ടുള്ളത് എക്സ്പ്ലോർ ചെയ്യാം. അടുത്തത് ഞങ്ങൾ വാങ്ങിയത്
ഈ ഒരു സിസറാണ്. ഇത് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതാണ്. അവിടെ ഷോപ്പൊക്കെ ഉണ്ട്, അപ്പം ഇങ്ങനെ ഷോപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് തയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസേഴ്സാണ്. ഗേൾസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയത്. 300, 200, 250 ആണെന്ന് തോന്നുന്നു. നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു. ശരിക്കും അവിടെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൈസ് കുറവിൽ കിട്ടും കേട്ടോ. അവർ ഓൾറെഡി ഉള്ളതിൻ്റെ ഒരു പകുതിയാണ് പറയുക ഓൾറെഡി മറ്റുള്ള മാർക്കറ്റ്സിനേക്കാളും. അതൊന്നും നമുക്ക് ബാർഗെയിൻ ചെയ്യാന്നുള്ളതാണ്. ആ ഒരു ബാർഗെയിനിങ് കഴിവ് നിങ്ങൾക്ക് വേണം. എനിക്കതില്ല, എൻ്റെ എല്ലാം കുഞ്ഞിനാണ് വാങ്ങിയത്. പിന്നെ ഈ ഒരു മാക്സിയാണ്, നോർമൽ ഒരു മാക്സിയാണ്. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഒരു മാക്സി ഇതിനൊരു 200 or 250 റുപ്പീസാണ് വന്നത്. സോ എന്തായാലും നമ്മൾ ഓണായിട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാന്ന്. അങ്ങനെ എടുത്തതാണ്. നിറയെ പ്രിൻ്റുകളുള്ള ഒരു നോർമൽ മാക്സി. അടുത്തത് നമ്മൾ അച്ഛന് വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു ചെപ്പൽസ്. ഇതും അഫോർഡബിൾ പ്രൈസിനാണ് നമുക്ക് കിട്ടിയത്. എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, കുഞ്ഞിനാണിത് വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വാങ്ങിയ ഒരു ഐറ്റമാണ് ഈ ഒരു ജാക്കറ്റ്. ഇതൊരു നല്ല ഒരു റെഡ് കളറിൽ വരുന്ന ജാക്കറ്റാണ്. കാണുമ്പോഴേക്കാളും നമ്മൾ ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പം കുഞ്ഞിന് നല്ല ഭംഗിയായിട്ട് തോന്നി. ഞാൻ പിക്ചർ ഇവിടെ വെക്കാം. അപ്പോൾ അത് കണ്ട്, അതായത് ആ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഭംഗി, ഇട്ടിട്ട് നല്ല ഭംഗി തോന്നിയുകൊണ്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ഇതിന് ഒരു 400 or 350 ആണ് വന്നത്. 350 രൂപ. അതിന് നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ വേറൊരു ജാക്കറ്റും കൂടെ വാങ്ങി. കുഞ്ഞിന് ജാക്കറ്റുകൾ ഒരു പ്രാന്തമായിട്ടൊരു ഇഷ്ടമുണ്ട് തോന്നുന്നു. പിന്നെയും ജാക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2 മതി എന്ന് പറഞ്ഞ് ഒതുക്കിയതാണ്. അപ്പോൾ അടുത്തത് ഈ ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു ജാക്കറ്റാണ്. ഇതിനിങ്ങനെ തലയൊക്കെ വരുന്നത്. ഇതും നല്ല ഒരു ജാക്കറ്റാണ്. ശരിക്കും ഇതിനും ഇട്ട് കഴിയുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്കറിയാം. കുഞ്ഞിനാണെങ്കിൽ ഇവിടെ പുറത്ത് പോകുമ്പോൾ ജോബിന് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ജാക്കറ്റ് ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ ഈ ഒരു ഒലീവ് ഗ്രീൻ ഒന്നും നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയും പുറത്തേക്കൊക്കെ പോകുമ്പോഴേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതും നല്ല വേർത്തായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇതിനൊരു 250 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ചിക്പേട്ടിൽ പോയിട്ട് വാങ്ങിയ സാധനങ്ങൾ. പിന്നെ ഒരു ഏറ്റവും വില കൂടിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ പർച്ചേസ് ചെയ്തതിൽ കുഞ്ഞിൻ്റെ ചെരുപ്പാണ്. ക്രോക്സിൽ വരുന്നൊരു ചെരുപ്പാണ്. അതിനൊരു 1500 വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് കുറച്ച് പ്രൈസി ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കുഞ്ഞൻ. ഇനി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല അഫോർഡബിൾ ആക്കിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ കുറേ നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് വേറൊരാൾ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരിക്കും. കുറേ പേര് മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ളവരായിരിക്കും. ഇഷ്ടംപോലെ മോഷ്ടിച്ച പ്രൊഡക്റ്റ് നമ്മൾ കണ്ടു. കുറേ അത് ഇട്ടിട്ട് പഴകിയ ചെരുപ്പുകളും നാശമായതും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുറേ അധികം സമയമെടുത്ത് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ചിക്പേട്ടിലത്തെ പോയപ്പോൾ ഉള്ള എൻ്റെ അനുഭവങ്ങൾ. പിന്നെ എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് എന്താ പറയുക, ഇൻവോൾവ് ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം ഒന്നാമത് അവിടെ ആകെ ഒരു വൃത്തിയില്ലാത്ത, അതായത് മഴയും കൂടെ പെയ്ത സമയത്ത് ആകെ ചെളിയും ഫുൾ ചളിയും ബഹളങ്ങളും ആളുകളും. പിന്നെ സൺഡേ മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ സൺഡേ തന്നെ പോയതുകൊണ്ടും എല്ലാ ഷോപ്പുകളും അന്ന് തന്നെയാണ് തുറക്കുക. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഷോപ്പിംഗ് ഒന്നും അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ ഇനി നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടെ പ്രിപ്പയർ ആയിട്ട് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതുപോലെ ഗേൾസിൻ്റെ ഐറ്റംസും നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.